PV അൻവർ സ്ഥാനാർത്ഥിയാകും. UDF ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ബേപ്പൂരിൽ അൻവർ അനൌദ്യോഗിക പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടണമെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നിലപാട്. UDFുമായുള്ള സീറ്റ് ചർച്ചകൾക്കായി അൻവറിനെ ചുമതലപ്പെടുത്തിയെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. സജിയുടെ വാക്കുകളിലേക്ക്. ബേപ്പൂരിൽ പ്രിയപ്പെട്ട പാർട്ടി ലീഡർ അദ്ദേഹം അനൌദ്യോഗികമായ പ്രചരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. തുടർന്ന് ഔദ്യോഗികമായ ചർച്ചകൾ UDFുമായി വരും ദിവസങ്ങൾ നടക്കും. അതിനുശേഷം ഔദ്യോഗികമായ പ്രഖ്യാപനത്തിന് ശേഷം ഔദ്യോഗികമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം വളരെ എന്ന് പറഞ്ഞാൽ ഓപ്പണായിട്ടുള്ള പ്രചരണ പരിപാടികൾക്ക് പാർട്ടി തുടക്കം കുറിക്കുന്നതാണ്. അതിൽ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി കൂടി ബഹുമാനപ്പെട്ട പാർട്ടി ഈ കൺവീനറായിരിക്കുന്ന ലീഡറായിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ PV അൻവറെ സംസ്ഥാന കമ്മിറ്റി ഏകണ്ഠമായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. രാഹുൽ KP ചേരുന്നുണ്ട്. രാഹുൽ, അങ്ങനെ നിലമ്പൂരിൽ നിന്നും ബേപ്പൂരിലേക്ക് സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുകയാണോ PV അൻവർ? ഔദ്യോഗിക പ്രഖ്യാപനം പാർട്ടിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടാകുമ്പോൾ ഇനി അടുത്ത സ്ഥാനാർത്ഥി LDFന്റെ മുഹമ്മദ് റിയാസ് കൂടി കളത്തിലിറങ്ങുകയാണെങ്കിൽ സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മത്സരങ്ങളിൽ ഒന്നായി അത് മാറുകയും ചെയ്യും. എന്തൊക്കെയാണ് വിവരങ്ങൾ രാഹുൽ KP? പ്രജിഷ്, തീർച്ചയായും സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന തീവാറുന്ന പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായി ബേപ്പൂർ ഇത്തവണ മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അൻവർ നേരത്തെ തന്നെ മണ്ഡലത്തിലുണ്ട്, അതായത് കുറച്ച് ദിവസങ്ങളായി മണ്ഡലത്തിലുണ്ട്. കളപറിക്കുന്നതിന് വേണ്ടിയല്ല, കാറ്റുകൊള്ളുന്നതിന് വേണ്ടിയാണ് എത്തിയതെന്ന് ബേപ്പൂരിൽ തീരദേശ മേഖലയിലടക്കം പര്യടനം നടത്തിക്കൊണ്ട് അൻവർ സോഷ്യൽ മീഡിയയിലൊക്കെ കുറിച്ചിരുന്നു. കുറേ ഇങ്ങനെ സസ്പെൻസ് ഇട്ടുകൊണ്ടാണ് അൻവർ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇതിനകം ഒരുപാട് പ്രമുഖ വ്യക്തികളെയൊക്കെ കണ്ടു മായി വിലയിരുത്തി വരികയാണ്. ഏതായാലും അൻവർ തന്നെ ബേപ്പൂരിൽ സ്ഥാനാർത്ഥിയാകും. ഇനി അതിലൊരു യാതൊരു മാറ്റവും ഉണ്ടാകില്ല. UDF ഉറപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അൻവർ അനൌദ്യോഗികമായി പ്രചരണം തുടങ്ങിയതെന്ന് തൃണമൂൽ കോൺഗ്രസ് തന്നെ പറയുകയാണ്. നേരത്തെ PV അൻവർ പരസ്യമായി ഇക്കാര്യം സമ്മതിച്ചിരുന്നില്ല എങ്കിൽ പോലും അക്കാര്യത്തിൽ പ്രചരണ രംഗത്ത് അദ്ദേഹം ഉണ്ടായതിന്റെ ദൃശ്യങ്ങൾ സഹിതം നമ്മൾ വാർത്തകൾ നൽകിയിരുന്നതുമാണ്. PV അൻവർ ഇടതുപക്ഷം വിടുന്ന സമയത്ത് പിണറായിസം മരുമോനിസത്തിന് അറുതി വരുത്തും എന്നൊക്കെയാണ് അവകാശപ്പെട്ടിരുന്നത്. ഏതായാലും മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കാൻ അദ്ദേഹം വരിക കൂടി തന്നെയാണ്. ബേപ്പൂരിന്റെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ 1977 ശേഷം ഇടതുപക്ഷത്തിന് മാത്രമാണ്, CPMന് മാത്രമാണ് MLA-മാരെ അവിടെ നിന്ന് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ളത്. 77 അവസാനമായി UDFനൊരു MLA അവിടെ നിന്ന് ലഭിച്ചിരുന്നത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രയും കാലമായി ലഭിച്ചുകൊണ്ടിരുന്ന ഒരു ഭൂരിപക്ഷം ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 1300 ചില്ലാനം വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷമാണ് മേൽക്കൈയാണ് ഇടതുപക്ഷത്തിന്. PV അൻവർ ബേപ്പൂരിൽ സ്ഥാനാർത്ഥിയാകും. പാർട്ടി തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്.